ഇത് 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ തുടക്കം കുറിച്ച തിരുവല്ല ആസ്ഥാനമായ സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ അരമനയാണ്. ഇതിൻ്റെ 10-1 വരില്ല നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഓർത്തഡോക്സ് സഭ. ഇന്ന് മെത്രാന്മാരുടെ എണ്ണവും ഭദ്രാസനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാലത്ത് സഭയുടെ ശക്തിയായിരുന്ന പല സ്ഥാപനങ്ങളും സ്ഥലങ്ങളും കമ്മീഷനടിക്കാൻ വിട്ടഴിക്കുകയോ ഉപയോഗശൂന്യമായി കിടക്കുകയോ ചെയ്യുന്ന അവസ്ഥ കാണുമ്പോൾ വിശ്വാസികൾക്ക് വേദന തോന്നും. അതേസമയം ഇന്നലെ മാത്രം എന്നോണം ആരംഭിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭ ഇന്ന് മലങ്കര സഭയുടെ ഇരട്ടിയിലധികം ഭദ്രാസനങ്ങളോടുകൂടി ആഗോളതലത്തിൽ തന്നെ വളർന്നു വരുന്നു. വിദ്യാഭ്യാസം, സാമൂഹിക സേവനം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പൊതുസമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അവരുടെ സാന്നിധ്യവും പ്രവർത്തനവും വ്യക്തമായി കാണാൻ സാധിക്കും. ചരിത്ര പ്രാധാന്യവും സമ്പന്നവുമായ പാരമ്പര്യവുമുള്ള ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തുകൊണ്ട് ഇതുപോലൊരു വളർച്ചയും ദൂരദർശനവും കൈവരിക്കാൻ സാധിക്കുന്നില്ല? ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയാ, പോരാ. സമയത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സഭയും സമൂഹവും ശക്തമായി മുന്നേറുന്നത്. ഒരു കാലത്ത് ഓർത്തഡോക്സ് സഭ എന്തുകൊണ്ടും ആളും അർത്ഥത്തിലും സമ്പന്നമായിരുന്നു. ദേവലോകം ഒരു ദേവലോകം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ എനിക്കും കിട്ടണം പണം എന്ന വിചാരത്തിലുള്ള ചില ആളുകളുടെ സങ്കേതമായി ദേവലോകം മാറി. പണ്ടൊക്കെ അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവരും വിവരവും വിദ്യാഭ്യാസ സമ്പന്നരുമൊക്കെയായിരുന്നു സ്ഥാനീയ കസേരകൾ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കമ്മീഷൻ്റെ ദലാളുമാരാണ് ഇവരേക്ക് ഇറക്കിവിട്ട് ചാണകപ്പാൽ തളിച്ചെങ്കിലേ സഭ രക്ഷപ്പെടൂ. ഇവരൊക്കെ സ്ഥാനങ്ങളിൽ വന്നത് തേനും പാലും ഒഴുക്കി റേഡിയോ കമൻട്രിയും പറഞ്ഞ് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് നടത്തി വിശ്വാസികളെ കബളിപ്പിച്ചാണ്. എന്തായാലും അസ്ഥാനത്ത് വന്ന് അസലായി മുതലാക്കി. ഇനി ചുമ്മാതിരുന്നാൽ മതി. 10 തലമുറയ്ക്കുള്ളത് കീശയിലുണ്ടെന്ന ദേവലോകത്തിൻ്റെ ചുമരുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതൊക്കെ ആര് ചോദിക്കാൻ? ആരോട് ചോദിക്കാൻ?